ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നമ്മൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സുബ്ഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം ഈ ഒരു ദിക്ർ പറഞ്ഞാൽ, ഏത് ദിക്റാണ് ഉമ്മച്ചിമാരെ പഠിച്ചു വെച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പൊറുത്തു തരുന്നതാണ്. എത്രത്തോളം നിങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകള് കടലിന്റെ നുരയോളം ഉണ്ടെങ്കിലും, കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അല്ലാഹു തആല പൊറുത്തു തരുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മച്ചിമാരെ, നിങ്ങൾ പലപ്പോഴും ദുആ വസിയത്തായി പറയാറുണ്ട്, ഉസ്താദേ നല്ലൊരു വീടില്ല, നല്ല വീടുണ്ടാവാൻ ദുആ ചെയ്യണം. അതുപോലെ തന്നെ മക്കളില്ല, മക്കളുണ്ടാവാൻ ദുആ ഇറക്കണം. മക്കളുണ്ടെന്ന് നന്നായി കിട്ടാൻ ദുആ ചെയ്യണം. ഭർത്താവിന്റെ ജോഡിയിൽ ഖൈറുണ്ടാവാൻ ദുആ ഇറക്കണം. ഇങ്ങനെ രോഗങ്ങൾ മാറാനും കടങ്ങൾ മാറാനും നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറയുന്ന എന്റെ ഉമ്മമാരെ, എന്റെ വാപ്പമാരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. എന്താണ് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയണം. എന്ത് പറയണം? എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാവുന്നത്, ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 വട്ടം വീതം നിങ്ങൾ പറയണേ. എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഒരു 100 വട്ടം പറയും. അതുപോലെ തന്നെ മഗ്രിബ് കഴിഞ്ഞോ ഇശാ നിസ്കാരം കഴിഞ്ഞോ ഉറങ്ങുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ പറയാൻ ആർക്ക് പറ്റും മുടങ്ങാതെ. നിങ്ങൾ ഒരു 7 ദിവസം ചെയ്തു നോക്ക്, ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. ഇത് ഹദീസാ. നബി തങ്ങളുടെ അടുക്കൽ ഒരുപാട് സ്വഹാബിമാർ പല പ്രശ്നങ്ങളുമായി വരുമ്പോ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു മരുന്നാണ്, ഒറ്റമൂലിയാണിത്.